Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. മേനക ഗാന്ധി സ്ലാംസ്. സ്ലാം എന്നാൽ വിമർശിക്കുക എന്നുള്ള അർത്ഥമാണ്, അധിക്ഷേപിക്കുക. മേനക ഗാന്ധി സ്ലാംസ്. മേനക ഗാന്ധി വിമർശിക്കുന്നു. കേരളത്തിൻ്റെ വൈൽഡ് ബോർ കള്ളിംഗ് പ്ലാൻ. കൾ എന്നാൽ അർത്ഥം വെട്ടിച്ചുരുക്കുക എന്നുള്ള അർത്ഥമാണ്, കുറയ്ക്കുക. ബോർ എന്ന് വെച്ചാൽ കാട്ടുപന്നി. കള്ളിംഗ് പ്ലാൻ എന്നാൽ ഇവിടെ അർത്ഥം ജീവികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത് കൊല്ലുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ കാട്ടുപന്നികളെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൊല്ലാനുള്ള പദ്ധതി, കേരളത്തിൻ്റെ ആ പദ്ധതിയെ മേനക ഗാന്ധി വിമർശിക്കുന്നു. റൈറ്റ്സ്, എഴുതുന്നു ടു CM ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന് മേനക ഗാന്ധി എഴുതുന്നു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ സ്ലാംസ് എന്നുള്ളത് സ്ലാംഡ് എന്ന് വായിക്കണം, വിമർശിച്ചു. റൈറ്റ്സ് എന്നുള്ളത് റോട്ട് എന്ന് വായിക്കണം, എഴുതി. കേരളത്തിൻ്റെ കാട്ടുപന്നികളെ കൊല്ലുന്ന നിയമം, കാട്ടുപന്നികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവറ്റകളെ കൊല്ലാനുള്ള നിയമം, ആ നിയമത്തെ മേനക ഗാന്ധി വിമർശിച്ചു. മേനക ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് എഴുതി. ഇതാണ് തലക്കെട്ട്. എനിമൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്സ് എന്നാൽ അർത്ഥം പ്രവർത്തകൻ എന്നുള്ള അർത്ഥമാണ്. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മേനക ഗാന്ധി ആൻഡ് BJP നേതാവുമായിട്ടുള്ള മേനക ഗാന്ധി ഹാസ് റിട്ടൺ എഴുതി ടു കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് എഴുതി. ഫോളോയിങ്, അതിനെ തുടർന്ന് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഡിസിഷൻ എന്നാൽ തീരുമാനം. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ തുടർന്നാണ് എഴുതിയത്. ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന് കത്തെഴുതിയത്. എന്താണ് ആ തീരുമാനം? ടു അലോ പീപ്പിൾ ടു എൻ്റർ ഫോറസ്റ്റ്സ് ആൻഡ് കിൽ വൈൽഡ് ബോർസ്. അലോ എന്നാൽ അനുവദിക്കുക, എൻ്റർ എന്നാൽ പ്രവേശിക്കുക. ജനങ്ങളെ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് കാട്ടുപന്നികളെ കൊല്ലാനുള്ള നിയമം, ജനങ്ങൾക്ക് അത് ചെയ്യാൻ ജനങ്ങളെ അനുവദിച്ചുകൊണ്ടുള്ള നിയമം, ആ നിയമം ഗവൺമെൻറ് പാസ്സാക്കി. ആ തീരുമാനത്തെ തുടർന്നാണ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയന് BJP നേതാവും മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകയുമായിട്ടുള്ള മേനക ഗാന്ധി കത്ത് എഴുതിയത്. ദ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള വനം വകുപ്പ്. കമ്മൗട്ട് എന്നാൽ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്, അറിയിക്കുക ഇതൊക്കെയാണ് അർത്ഥം, തുറന്നു പറയുക. അഗ്രികൾച്ചറൽ എന്നാൽ കാർഷികമായ എന്നുള്ള അർത്ഥമാണ്. അഗ്രികൾച്ചറൽ റിവൈവൽ, ഇതിനർത്ഥം കൃഷിയുടെ പുനരുജ്ജീവനം എന്നുള്ള അർത്ഥമാണ്. മിറ്റിഗേഷൻ എന്നാൽ കുറയ്ക്കുക എന്നുള്ള അർത്ഥമാണ്, നിയന്ത്രിക്കുക. കൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ സംഘർഷം. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ, ഇതിനർത്ഥം മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം എന്നുള്ള അർത്ഥമാണ്. അത് നിയന്ത്രിക്കാനുള്ള പദ്ധതി, മിഷൻ എന്ന പദ്ധതി. ഈ പദ്ധതിയുമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രംഗത്ത് വന്നു. ഈ പദ്ധതി വിൽ ബി ഇനാഗുറേറ്റ് എന്നാൽ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള അർത്ഥം. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടും ബൈ വിജയൻ, മുഖ്യമന്ത്രിയാൽ ഉദ്ഘാടനം ചെയ്യപ്പെടും അറ്റ് കോഴിക്കോട് ഓൺ സൺഡേ. കോഴിക്കോട് വെച്ച് ഞായറാഴ്ച ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ദ പ്രോഗ്രാം ഈസ് എയിംഡ്, ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അറ്റ് ഇറാഡിക്കേറ്റിംഗ് വൈൽഡ് ബോർസ് എൻക്രോച്ചിങ് ഓൺ ഹ്യൂമൻ ഹാബിറ്റേഷൻ. ഇറാഡിക്കേറ്റ് എന്നാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്, ഉന്മൂലനം ചെയ്യുക. ഇൻക്രോച്ച് എന്നാൽ അർത്ഥം അപഹരിക്കുക, നുഴഞ്ഞു കയറുക, ആക്രമിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹാബിറ്റേഷൻ എന്നാൽ ജനവാസം എന്നുള്ള അർത്ഥമാണ്, വാസസ്ഥാനം. ഇൻക്രോച്ചിങ് ഓൺ ഹ്യൂമൻ ഹാബിറ്റേഷൻ എന്നുള്ള അർത്ഥം മനുഷ്യ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുക എന്നുള്ള അർത്ഥമാണ്, കടന്നു കയറൽ.
മനുഷ്യരുടെ വാസസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്ന കാട്ടുപന്നികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. അക്കോർഡിംഗ് ടു എ സീനിയർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ, ഒരു മുതിർന്ന വനം വകുപ്പിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് പ്രകാരം തൊഴിലുറപ്പ് ജോലിക്കാർ, ഫാർമേഴ്സ് കർഷകർ, റബ്ബർ ടേപ്പേഴ്സ് റബ്ബർ വെട്ട് തൊഴിലാളികൾ, ഫോറസ്റ്റ് കോൺസർവേഷൻ കമ്മിറ്റീസ് വനം പരിപാലിക്കുന്ന കമ്മിറ്റിക്കാരും, ആൻഡ് യൂത്ത് ക്ലബ്സ് യൂത്ത് ക്ലബ്ബുകളും വിൽ വർക്ക് പ്രവർത്തിക്കും, ജോലി ചെയ്യും, അലോങ് വിത്ത് ദ ലോക്കൽ ബോഡീസ്. അലോങ് വിത്ത് എന്നാൽ കൂടെ ചേർന്ന് എന്നുള്ള അർത്ഥമാണ്. ലോക്കൽ ബോഡീസ് എന്നാൽ പ്രാദേശിക സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇതൊക്കെയാണ്. ടു ക്യാപ്ചർ പിടികൂടാൻ വേണ്ടി, ടു ക്യാപ്ചർ വൈൽഡ് ബോർസ് കാട്ടുപന്നികളെ പിടികൂടാൻ വേണ്ടിയിട്ട്. വനം വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് പ്രകാരം തൊഴിലുറപ്പ് ജോലിക്കാർ, കർഷകർ, റബ്ബർ വെട്ടുന്ന തൊഴിലാളികൾ, വനസംരക്ഷണ സമിതികൾ, യുവജന ക്ലബ്ബുകൾ എന്നിവർ പ്രാദേശിക സ്ഥാപനങ്ങളോടൊപ്പം ചേർന്ന് കാട്ടുപന്നികളെ പിടികൂടാൻ പ്രവർത്തിക്കും. ഇതാണ് അർത്ഥം. ദ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വന്യജീവി സംരക്ഷണത്തിനുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ. വിൽ ടേക്ക് എ കോൾ ഓൺ എന്നാൽ തീരുമാനം എടുക്കുമെന്നുള്ള അർത്ഥമാണ്. എഫേർട്സ് ആർ ഓൺ എന്നാൽ ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ള അർത്ഥമാണ്. ഐഡൻറ്റിഫൈ എന്നാൽ തിരിച്ചറിയുക. പഞ്ചായത്ത് വിത്ത് സിവിയർ വൈൽഡ് ബോർ ഇഷ്യൂസ്, ഇതിനർത്ഥം കാട്ടുപന്നികളുടെ ഗുരുതര പ്രശ്നമുള്ള പഞ്ചായത്തുകൾ എന്നുള്ള അർത്ഥമാണ്. സിവിയർ എന്നാൽ ഗുരുതരമായ. ക്യാപ്ചേർഡ് അനിമൽസ് എന്നാൽ പിടികൂടിയ മൃഗങ്ങൾ എന്നുള്ള അർത്ഥമാണ്. പിടിച്ച കാട്ടുപന്നികളെ കൊല്ലണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മുഖ്യ വന്യജീവി വാർഡൻ ആയിരിക്കും. അദ്ദേഹം തീരുമാനിക്കും. കാട്ടുപന്നികളുടെ പ്രശ്നം ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തുകളെ കണ്ടെത്താനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. ടേക്ക് എ കോൾ ഓൺ എന്നതിൻ്റെ അർത്ഥം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ള അർത്ഥം. ദി ഒഫീഷ്യൽ ടോൾഡ് ദിസ് ന്യൂസ് പേപ്പർ, ഈ ന്യൂസ് ഏജൻസിയോട്, ഈ ന്യൂസ് പേപ്പറിനോട്, ഈ പത്രത്തോട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതാണ് അർത്ഥം. ദി ഒഫീഷ്യൽ ടോൾഡ് ദിസ് ന്യൂസ് പേപ്പർ. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥൻ ഈ ന്യൂസ് പേപ്പറിനോട് പറഞ്ഞതാണ്. മേനകാ ഗാന്ധി പറഞ്ഞു, ഇറ്റ് വാസ് നോട്ട് എ സയൻറ്റിഫിക് പ്ലാൻ ടു അഡ്രസ് ദി ഇഷ്യൂ. പ്രശ്നം പരിഹരിക്കാൻ. ടു അഡ്രസ് ദി ഇഷ്യൂ എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ. അഡ്രസ് എന്നാൽ ഇവിടെ പരിഹരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇഷ്യൂ എന്ന് വെച്ചാൽ പ്രശ്നം. സയൻറ്റിഫിക് എന്നാൽ ശാസ്ത്രീയമായ. പ്രശ്നം പരിഹരിക്കാൻ ഇതൊരു ശാസ്ത്രീയമായ പദ്ധതി അല്ലെന്ന് മേനകാ ഗാന്ധി പറഞ്ഞു. ഷീ അലേർജ്ഡ് അവൾ, മേനകാ ഗാന്ധി ആരോപിച്ചു, ദാറ്റ് 90% ഓഫ് ദ ഫാർമേഴ്സ് 90% കർഷകരും ഹു അവർ were complaining about wild boars had encroached on forest land. കംപ്ലൈനിങ് അബൌട്ട് വൈൽഡ് ബോർസ്, ഇതിനർത്ഥം കാട്ടുപന്നികളെക്കുറിച്ച് പരാതിപ്പെട്ടവർ എന്നുള്ള അർത്ഥമാണ്. ഇൻക്രോച്ച്ഡ് ഓൺ ഫോറസ്റ്റ് ലാൻഡ്, ഇതിനർത്ഥം വനം ഭൂമി കയ്യേറി അനധികൃതമായി കൈവശപ്പെടുത്തി എന്നുള്ള അർത്ഥമാണ്. അനധികൃതമായി കൈവശപ്പെടുത്തി. മേനകാ ഗാന്ധി ആരോപിച്ചു, കാട്ടുപന്നികളെക്കുറിച്ച് പരാതിപ്പെടുന്ന പല കർഷകരും വനഭൂമി കയ്യേറിയവരാണ്. അതുകൊണ്ട് ഇത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതിയല്ല എന്ന് മേനകാ ഗാന്ധി പറഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള മാർഗമല്ല. ഇൻ കേരളത്തിൽ വൈൽഡ് ബോർ മീറ്റ് ഈസ് ബീങ് സോൾഡ്, കാട്ടുപന്നിയുടെ മാംസം വിൽക്കപ്പെടുന്നു അറ്റ് 500 റുപ്പീസ്, 500 രൂപക്ക് പെർ കിലോഗ്രാം. ഒരു കിലോഗ്രാമിന് 500 രൂപ എന്നുള്ള തോതിൽ കാട്ടുപന്നി മാംസം കേരളത്തിൽ വിൽക്കപ്പെടുന്നു. ദർ ഈസ് അനദർ സീരിയസ് ഡിമെൻഷൻ ടു ദിസ് ഇഷ്യൂ. ഡിമെൻഷൻ എന്നാൽ അളവ്, പരപ്പ്, ഇതൊക്കെയാണ് അർത്ഥം. ആഴം. സീരിയസ് ഡിമെൻഷൻ എന്നുള്ള ഇവിടെ അർത്ഥം ഗുരുതരമായ വശം എന്നുള്ള അർത്ഥമാണ്. ഗൗരവമായ മറ്റൊരു വശം. അനദർ എന്നാൽ മറ്റൊരു. ഈ പ്രശ്നത്തിന് മറ്റൊരു ഗൗരവമായ വശവും ഉണ്ട്. ഇതാണ് അർത്ഥം. ദർ ഈസ് അനദർ സീരിയസ് ഡിമെൻഷൻ ടു ദിസ് ഇഷ്യൂ. ദ ഫാർമേഴ്സ് ഹാവ് സ്പോട്ടഡ് ദ പൊട്ടൻഷ്യൽ ഓഫ് റീപ്പിംഗ് റിച്ച് ഡിവിഡൻസ് ഫ്രം ടിംബർ.
ഡിവിഡൻഡ് എന്നാൽ നേട്ടം എന്നുള്ള അർത്ഥമാണ്, ലാഭം ഇതൊക്കെയാണ് അർത്ഥം. പൊട്ടൻഷ്യൽ എന്നാൽ സാധ്യത എന്നുള്ള അർത്ഥമാണ്. സ്പോട്ടഡ് എന്നാൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. ദസ് ഫാർമേഴ്സ് ഹാവ് സ്പോട്ടഡ്, കർഷകർ കണ്ടെത്തിയിട്ടുണ്ട് ദ പൊട്ടൻഷ്യൽ ഓഫ് റീപ്പിംഗ് റിച്ച് ഡിവിഡൻസ് ഫ്രം ടിമ്പർ. ഫ്രം ടിമ്പർ എന്നാൽ മരം വെട്ടുന്നതിൽ നിന്നും എന്നുള്ള അർത്ഥമാണ്. റീപ്പിംഗ് റിച്ച് ഡിവിഡൻസ് എന്നാൽ വലിയ ലാഭം കൊയ്യുക. കർഷകർ മരം വെട്ടിൽ നിന്ന് വലിയ ലാഭസാധ്യത കണ്ടെത്തിയിട്ടുണ്ട്, ഇതാണ് അർത്ഥം. ദീസ് വൈൽഡ് ബോർസ്, ഈ കാട്ടുപന്നികൾ, പോസ് എ ത്രെട്ട്, ത്രെട്ട് എന്ന് വെച്ചാൽ ഭീഷണി. പോസ് എ ത്രെട്ട് എന്നാൽ ഒരു ഭീഷണിയായി നിലകൊള്ളുന്നു എന്നുള്ള അർത്ഥമാണ്, ഭീഷണി സൃഷ്ടിക്കുന്നു. ടു ദയർ അറ്റംപ്റ്റ്സ്, അവരുടെ ശ്രമങ്ങൾക്ക്, അറ്റംപ്റ്റ്സ് എന്നാൽ ശ്രമങ്ങൾ. ടു സ്റ്റീൽ ടിമ്പർ, സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക. മേനക ടോൾഡ് ദ ടെലിഗ്രാഫ്, ഈ ടെലിഗ്രാഫ് എന്നുള്ള ന്യൂസ് ഏജൻസിയോട് മേനക ഗാന്ധി പറഞ്ഞു. ഈ കാട്ടുപന്നികൾ അവരുടെ മരം വെട്ട് മോഷണ ശ്രമങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് മേനക ഗാന്ധി ടെലിഗ്രാഫിനോട് പറഞ്ഞു. കാട്ടുപന്നികൾ ഉള്ളതുകൊണ്ട് ഈ മരങ്ങൾ മോഷ്ടിക്കുന്ന ആളുകൾക്ക് അത് തടസ്സം സൃഷ്ടിക്കുന്നു. അവരുടെ ഈ ശ്രമങ്ങൾക്ക് ഇത് കാട്ടുപന്നികൾ ഭീഷണിയാണ്.